എന്നാലും നമ്മൾ ചിന്തിക്കുന്ന കാര്യം പോലും അവർ ഊഹിച്ചെടുക്കുന്നുണ്ടല്ലോ. അത് ഭയങ്കര തന്നെയാ. ഇന്ദ്രേട്ടൻ അമ്മയുടെ മകനല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് യഥാർത്ഥ അമ്മയെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതിനുള്ള ആദ്യത്തെ വഴി അച്ഛനെ കണ്ടുപിടിക്കായിരിക്കുമെന്നും ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. ഇനി അച്ഛൻ്റെതായ എന്തെങ്കിലും തെളിവുകൾ അതിൽ ബാക്കിയുണ്ടെങ്കിൽ അമ്മ ഇതെല്ലാം എടുത്ത് മാറ്റും. ആ, മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ. ഇന്ദ്രേട്ടന്റെ മനസ്സിൽ അച്ഛന്റെ മുഖവും രൂപവും ഇപ്പോഴും മായാതെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അത് മതി, അത് മതി നമുക്ക് അച്ഛനെ കണ്ടെത്താൻ. ഇനിയിപ്പോ വേറെ ഒരു വഴിയും കണ്ടില്ലെങ്കിൽ ഇന്ദ്രേട്ടന്റെ മനസ്സിലുള്ള മുഖം നമുക്കൊരു ചിത്രകാരനെ കൊണ്ട് വരപ്പിക്കാം. അങ്ങനെയെങ്കിലും ആ മനുഷ്യൻ എവിടെയുണ്ടെന്ന് നമ്മൾ കണ്ടെത്തും ഇന്ദ്രേട്ട. ഇനി നമ്മളിതൊരു വാശിയായിട്ട് എടുക്കണം. ഇന്ദ്രേട്ടൻ ഓക്കെ അല്ലേ? അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ കണ്ടെത്തണം. കാരണം ആ മനുഷ്യൻ പോയപ്പോ ആ ദേഷ്യം മുഴുവൻ അമ്മ തീർത്തത് എന്റെ നേരെയാ. അവര് പ്രസവിച്ച മക്കളെ അവരൊന്നും നുള്ളി നോക്കി പോലും ചെയ്തിട്ടില്ല. അതൊക്കെ ഓർക്കുമ്പോ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ അവര് പ്രസവിച്ച മകനല്ലാത്തതുകൊണ്ടാവും എന്നോട് അത്രയ്ക്ക് ക്രൂരത കാണിച്ചതെന്ന്. തെറ്റുകാരൻ അയാളാ, അച്ഛനെന്ന് പറയുന്ന ആള്. ആരോ പ്രസവിച്ചൊരു കുഞ്ഞിനെ എന്തിനാ മറ്റൊരു സ്ത്രീയെ ഏൽപ്പിച്ചിട്ട് അയാൾ നാട് വിട്ടത്? അതെന്തിനാണെന്ന് എനിക്ക് ചോദിക്കണം. അനുവിനറിയോ, അത്രമാത്രം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അത്രമാത്രം. ഈ ചെറുക്കൻ ഇത് എവിടെ പോയിരിക്കുക? നേരെ സന്ധ്യാവാനാണല്ലോ പോകുന്നത്. ഇനി ഇവനും തന്തയെ പോലെ തന്നെ നാട് വിട്ടു പോയോ? എടാ മോനെ, അവൻ എന്തു പറഞ്ഞിട്ടാ പോയേ? ഞങ്ങളോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഏട്ടൻ ഇങ്ങോട്ട് വരാന്നും പറഞ്ഞു. ഏട്ടൻ മുട്ടായും വാങ്ങിച്ചു. മുട്ടായി വാങ്ങിത്തന്നു പോലും? എടാ, മുട്ടായി വാങ്ങാൻ അവന്റെ എവിടുന്നാ കാശ്? ബാക്കിയുള്ളവരുടെ കഞ്ഞിക്കുള്ള അരി വാങ്ങാൻ കഷ്ടപ്പെടുമ്പോഴാ അവന്റെ ഒരു മുട്ടായി. ഇങ്ങ് വരട്ടെ, 2 കൊടുക്കുന്നുണ്ട് ഞാൻ അവനിന്ന്. അമ്മ, ഏട്ടൻ വന്നു. എടാ എടാ, നീ എവിടെയായിരുന്നടാ ഇതുവരെ? എവിടെ പോയി തണ്ടാൻ പോയിരിക്കായിരുന്നടാ? പറയടാ, എവിടെ പോയിരിക്കായിരുന്നു? നിന്റെ വായിക്കത്തെന്താ കൊഴുക്കട്ടെയാണോടാ? നീ ഈ പിള്ളേരെ സ്കൂളിൽ നിറക്കിക്കൊണ്ട് വന്നിട്ട് നീ എവിടെ പോയി തണ്ടാൻ പോയിരിക്കായിരുന്നടാ? പറയാൻ. അമ്മ, ഏട്ടനെ അടിക്കല്ലേ. അമ്മ, ചേട്ടൻ പാവാ. ഓ, ഒരു പാവം. തന്തയെ പോലെ തന്നെ കള്ള ലക്ഷണം ഇവന്റെ മുഖത്ത്. എവിടെ പോയടാ? എടാ, എവിടെ പോയിരുന്നു? സത്യം പറയടാ. പിള്ളേർക്ക് മുട്ടായി വാങ്ങിച്ചു കൊടുക്കാൻ നിന്റെ ഈ കാശ് എവിടുന്നായിരുന്നടാ? എവിടുന്ന് മോഷ്ടിച്ചാടാ കാശ്? അയ്യോ, ഞാൻ മോഷ്ടിച്ചൊന്നും അല്ല അമ്മേ. പിന്നെ എവിടുന്നാണ് നിനക്ക് പൈസ? എടാ, ഞാൻ അരിപ്പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്ന കാശ് എടുത്തോ നീ? ഇല്ല അമ്മേ, സത്യമായിട്ട് ഞാനൊന്നും എടുത്തിട്ടില്ല. പിന്നെ കടക്കാരൻ മുട്ടായി നിനക്ക് വെറുതെ തന്നോ? അതോ നീ അയാൾക്ക് വീട്ടുപണി ചെയ്തു കൊടുത്തോ? നോക്കട്ടെ, പോക്കറ്റ് കാണിച്ചേ. അയ്യോ ഇല്ലമ്മേ, കാണിക്കേ. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. കാശ് എടുക്കടാ. ഇല്ലമ്മേ, എന്റെ കയ്യിൽ കാശില്ല. ഇല്ല, നിന്റെ കയ്യിൽ കാശുണ്ട്. കൈ മാറ്റടാ, മാറ്റടാ ഇങ്ങോട്ട്. ഈശ്വരാ, 200 രൂപയോ? എന്റെ ദൈവമേ. എടാ, നിന്നെ അന്വേഷിച്ച് പോലീസ് വരുവോടാ ഇവിടെ? ഇല്ലമ്മേ, സത്യമായിട്ട് ഞാനിത് മോഷ്ടിച്ചതല്ല. ജടാ, വീട്ടിൽ കള്ളം പറയുന്നോടാ? നീ ആ തന്തയുടെ ചോര തന്നെ. എന്തിനാടാ നീ എന്നോട് ചെയ്തത്? കൊണ്ടവന്റെ വീട്ടിലെ പാത്രം കഴിയിട്ടാണെങ്കിൽ നിന്നെയൊക്കെ
ഞാൻ പട്ടിണിക്കിടാതെ നോക്കിയതല്ലടാ. എന്റെ ദൈവമേ.